ഹലോ കൂട്ടുകാരെ, ഇന്നും ഒരു കേക്കിൻ്റെ ഡെക്കറേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഒരു വാഞ്ചോ കേക്ക് 2 ടയർ കേക്ക് നമുക്ക് എങ്ങനെ 1.5 കിലോയിൽ ചെയ്യാമെന്ന് നോക്കാം. താഴത്തെ ഒരു ടയർ 1 kg, മുകളിലത്തേത് 1/2 kg ആണ്. നോക്കിക്കേ, വാനില, ചോക്ലേറ്റ്, വാനില ഈ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഈ വാഞ്ചോ കേക്കിൽ വെച്ച് കൊടുക്കാറുള്ളത്. തിരിച്ച് വേണമെങ്കിലും വെക്കാം, ചോക്ലേറ്റ് വാനില ചോക്ലേറ്റ് വെക്കാം. പക്ഷേ ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത് ഇതാണ്. കാരണം വാനില കേക്കിനകത്ത് ഒരു ചോക്ലേറ്റ് കേക്ക് ടേസ്റ്റ് ആകുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് വാനില കേക്കിൽ ക്രീം തേച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ട് ചോക്ലേറ്റ് ഗണേശ് ഒഴിച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ വാനില കേക്കിൽ വാഞ്ചോ കേക്കിൽ കൊടുക്കുന്ന ഫില്ലിങ്സ്. ഇനി അതൊന്ന് ക്രം കോട്ട് ഇട്ടിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം ഫൈനൽ കോട്ട് കൊടുക്കാനെ കൊണ്ട്. തണുപ്പിച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള ഫൈനൽ കോട്ട് കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. ഫൈനൽ കോട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഞാൻ പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. ഈവനായിട്ട് നമുക്ക് ക്രീം തേക്കാൻ പറ്റും. അപ്പം നമ്മൾ സ്ക്രാപ്പർ വെച്ച് വലിക്കുമ്പോൾ നമുക്ക് വേഗം ഫിനിഷ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ആ ചെയ്തത് എടുത്ത് ഫ്രിഡ്ജ് വെച്ചു. ഇനി സെക്കൻഡ് ടയർ എടുത്തു. ഇനി ഇതിന് നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കാം. സെയിം നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കുന്നു. എന്നിട്ട് മുകൾ ഭാഗം ആദ്യം ഫിനിഷ് ചെയ്ത് വരും. അതാണ് എളുപ്പം. തിരിച്ചും ചെയ്യാം. ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. ഇനി സൈഡ് സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്ക് വലിച്ചു കൊടുക്കാം. എന്നിട്ട് ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ സൈഡിൽ വന്നതൊക്കെ സ്പാച്ചുല വെച്ച് വലിച്ചു കൊടുക്കാം. അതോടെ കേക്ക് ഫിനിഷാവും. നമുക്ക് 2 ടയറും നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് ഒരു ഫിനിഷിങ് വേണം. കാരണം ഏറ്റവും മുകളിൽ വരുന്ന ഭാഗമാണല്ലോ. ഒന്നും കൂടെ ഒന്ന് നോക്കാം, എവിടെയെങ്കിലും ഒരു ഫിനിഷ് ആവാനുണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനിയും കൂടുതൽ സ്പാച്ചുല വെച്ച് നമ്മൾ കേക്കിൽ അമക്കി പ്രസ് ചെയ്ത് ഒന്നും ചെയ്യരുത്. പിന്നെ അത് ആകെ കുളമായി പോകും. അതുകൊണ്ട് ഒന്ന് ടച്ച് ചെയ്യുക മാത്രമേ ചെയ്യാവൂ. പിന്നീട് ഇനി കൂടുതൽ തൊട്ട് കഴിഞ്ഞാൽ അതിലേക്ക് പാട് കൂടുതലായിട്ട് വീണുകൊണ്ടിരിക്കും. ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ആ ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്തിടുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഇത് കേക്ക് ബിഗിനേഴ്സും തുടക്കക്കാർക്കൊക്കെ പ്രയോജനം ചെയ്യും. ഓരോ ഡിസൈനും കാണുമ്പോൾ അവർക്ക് ആ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി, നമുക്ക് കേക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. ഏകദേശം ഇത് ഒന്ന് ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ എൻ്റെ ഒരു മനസമാധാനത്തിന് ആ സ്ക്രാപ്പർ വെച്ചൊന്ന് വലിച്ചു കൊടുക്കുകയാണ്. അതെങ്ങനെയാണ്, എത്ര ചെയ്താലും നമുക്ക് പിന്നെയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കും. കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിൽ പാട് വീണ് കുളമാക്കാമെന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. എങ്കിലും നമ്മുടെ ഒരു മനസ്സമാധാനത്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കേക്ക് ഇനി നമ്മൾ താഴത്തെ ടയറിനെ എടുത്തു. ഇനി വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ആ കേക്കിനെ എടുത്ത് വെക്കുക. മറ്റേ 1/2 കിലോ കേക്കിന്. ഇത് 1/2 കിലോ ആയതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല. പക്ഷെങ്കിൽ 3-4 കിലോ കേക്കിൻ്റെ 2 ടയർ വരുമ്പോൾ മുകളിലത്തെ കേക്കിന് അത്യാവശ്യം വെയിറ്റ് കാണും. ആ സമയത്താണ് നമുക്ക് നല്ല ബുദ്ധിമുട്ട് ഇതൊന്ന് എടുത്ത് വെക്കാനൊക്കെ ഉണ്ട്. ഇത് 1/2 kg ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എങ്കിലും എനിക്ക് ഇച്ചിരി ചെരിഞ്ഞ് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ അത് കാണാൻ സാധിക്കും. ഞാൻ നടുക്ക് അതിൻ്റെ സെൻറ്റർ തന്നെ ഒന്ന് മാർക്ക് ചെയ്തു. കാരണം അവിടേക്കാണ് ആ കേക്ക് വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ചെറിയ സ്പാച്ചുല വെച്ചിട്ട് നമ്മൾ 2 സ്പാച്ചുല വെച്ചിട്ടാണ് നമ്മൾ, കുറച്ച് വീതിയുള്ളൊരു സ്പാച്ചുല ഉണ്ട്, അത് എടുത്തിട്ടാണ് നമ്മൾ കേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നത്. ഈ വെച്ചപ്പോൾ എനിക്ക് അത് സെൻറ്ററിലാണെന്ന് തോന്നി. പക്ഷെങ്കിൽ വലിച്ച് പുറകോട്ട് സ്പാച്ചില എടുത്തപ്പോഴാണ് തോന്നുന്നു കേക്ക് ഇങ്ങോട്ട് പുറകോട്ട് വന്നു. കണ്ടോ, ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ആ ഒരു കേക്കിൻ്റെ ആ ഒരു സെൻറ്ററിലല്ല വന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ സ്പാച്ചില വെച്ചൊന്ന് മുന്നോട്ട് നീക്കി കൊടുക്കുക. എന്തായാലും ഭാഗ്യം ഒത്ത നടുക്ക് തന്നെ അതങ്ങ് ആയി. എന്നാലും അവിടെ പാട് വീണിടമൊക്കെ നമുക്ക് കേക്കിൻ്റെ ക്രീം പൊന്തിയിരിക്കുന്നിടമൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് എടുക്കാം. കഴിയുന്നതും ഈ ഒരു അവസ്ഥ വരാതിരിക്കണം. കാരണം പിന്നീട് തൊടുമ്പം അവിടെ ശരിയാവില്ല, നമ്മൾ ആ ഫിനിഷിങ് ശരിയായി വരത്തില്ല. എങ്കിലും കുഴപ്പമില്ല, ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണ്. അപ്പോൾ അവർ ഫോട്ടോ തന്നിട്ടുണ്ട്. ആ രീതിയിലാണ് നമുക്ക് ചെയ്യണം. ഇനി ക്രീം വർക്കുകളൊന്നും അധികമില്ല. ഇനി കുറച്ചൊരു ബ്ലൂ കളർ അതിലൊന്ന് തേച്ച് കൊടുത്താൽ ക്രീം വർക്ക് കഴിഞ്ഞു. പിന്നുള്ളത് നമ്മൾ A4 ഷീറ്റിൽ എടുത്തിരിക്കുന്ന ഫോട്ടോ എന്നല്ല, പ്രിൻ്റാണ്.
ഫോട്ടോ കേക്കല്ല, പ്രിൻ്റ്. ആ പ്രിൻ്റ് നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്ത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് ഫോൾസ് ബോൾസാണ് വെക്കേണ്ടത്. എഡിബിൾ അല്ല, കഴിക്കാൻ പറ്റുന്നതല്ലാത്ത ബോൾസ്. 2 തുള്ളി ഞാൻ ഷെഫ് മാസ്റ്റേഴ്സിൻ്റെ കളറാണ് എടുക്കുന്നത്. എല്ലാം നമ്മൾ വിചാരിക്കുന്ന ഒരു നല്ല കളർ കിട്ടും, ഇവരുടെ എല്ലാ കളറുകളും. 2 തുള്ളി ബ്ലൂ കളർ, സ്കൈ ബ്ലൂ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയും അതിൽ കുറച്ച് വൈറ്റ് ക്രീം, വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് അത് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ക്രീമിൽ തേക്കേണ്ടത്. ഡയറക്റ്റ് കളർ ക്രീമിൽ തേച്ചാൽ ശരിയാവില്ല. ക്രീമിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തേക്കുന്നത്. ഇവിടെ ഒരു ബ്രഷ് ഡിസൈനാണ്, നമ്മുടെ ബ്രഷ് വെച്ചിട്ട് എടുക്കുന്ന ഒരു ഡിസൈനാണ് ഇത്. തുടക്കക്കാർക്ക് നോക്കിക്കേ, ഫോട്ടോ ഞാൻ ഇടയ്ക്ക് കാണിക്കാം. ആ ഒരു കളറാണ് ഇതിന് വരേണ്ടത്. തുടക്കക്കാർക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ജസ്റ്റ് ക്രീം എടുക്കുക, ബ്രഷ് വെച്ചിട്ട് വെറുതെ ഒന്ന് തേച്ച് കൊടുക്കുക. ചുറ്റിച്ച് തേച്ച് കൊടുത്തിട്ട് ഞാൻ മുകളിലത്തെ ആ ഒരു പോർഷനിലും തേക്കും. എന്നിട്ട് അതൊന്ന് വലിച്ചു കൊടുക്കണം, അപ്പോഴാണ് ഭംഗി. മുകളിലത്തെ ടയറിലും സെയിം ഡിസൈൻ കൊടുക്കാം. ഇടയ്ക്ക് ഞാൻ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്, കാരണം നമുക്കതൊന്ന് ഫിനിഷ് ചെയ്യും വരെ വലിയ ടെൻഷനാണ്. കസ്റ്റമൈസ്ഡ് കേക്കിന് മാത്രമേ ഈ ഒരു ടെൻഷനുള്ളൂ. കാരണം അല്ലാത്ത കേക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമ്മൾ ഫ്രീ ആയിട്ടും ഫ്രീ മൈൻഡോടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫോട്ടോയിൽ തന്ന ആ ഒരു എക്സാക്റ്റ് അങ്ങനെ ആയില്ല പോലും ഏകദേശം ആ ഒരു ഇതിൽ വരണമല്ലോ, എങ്കിൽ മാത്രമല്ലേ നമുക്ക് സന്തോഷം, കസ്റ്റമർക്ക് സന്തോഷമാകത്തുള്ളൂ. ഏകദേശം നമ്മുടെ ബ്രഷ് ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ബ്രഷ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കേക്കിൻ്റെ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിൽ 2-3 സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. കാരണം 2 ടയർ ആയതുകൊണ്ട് കേക്ക് ചെരിഞ്ഞു പോകും, പമ്മി താഴോട്ടാകും. അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സേഫായിട്ട് ഡെലിവറി ചെയ്യാനും ഈ ഒരു സ്റ്റിക്ക് അതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 3 സ്റ്റിക്കാണ് അതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ വരുന്ന പാടൊക്കെ നമുക്ക് സ്പാച്ചില വെച്ച് ടച്ച് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ ബ്രഷ് ഡിസൈനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു കേക്കിൻ്റെ ലുക്ക്. ഇത്രയും പ്രിൻ്റാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു കേക്ക് പീറ്റർ റാബിറ്റ് തീംഡ് കേക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് നമ്മുടെ ആ മുയൽക്കുട്ടൻ്റെ പേരാണ് പീറ്റർ എന്ന്. അപ്പോൾ ആ പീറ്റർ റാബിറ്റിൻ്റെ കേക്ക് അതാണ് തീം. അപ്പം നമ്മുടെ മുയലിൻകുട്ടനെ നമുക്ക് ആദ്യം അതിൽ ഒട്ടിച്ച് കൊടുക്കണം. ബ്ലൂവും ഗോൾഡൻ കളറിലും ഉള്ള ഫോൾസ് ബോൾസാണ് നമ്മൾ അതിൽ വെച്ച് കൊടുക്കേണ്ടത്. ഇതൊന്നും നമ്മുടെ ഇഷ്ടമല്ല, അവർ തന്ന ഫോട്ടോയിൽ കാണുന്നത് പോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ബോൾസ് വയ്ക്കുമ്പോൾ നമ്മളത് ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലതുപോലെ തുടയ്ക്കണം. ഇതെല്ലാം പാക്ക് ചെയ്ത് വരുന്നതാണ് എങ്കിലും നമ്മളൊന്ന് തുടച്ചിട്ടാണ് ക്രീമിൽ വെച്ച് കൊടുക്കുന്നത്, കേക്കിൽ വെച്ച് കൊടുക്കുന്നത്. ബോൾസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പ് കിടക്കാതെ മാക്സിമം അടുപ്പിച്ച് വെച്ച് കൊടുത്താലാണ് ഭംഗിയുള്ളത്. ഇനി നമ്മുടെ റാബിറ്റിനെ നമുക്ക് അങ്ങോട്ട് വയ്ക്കാം. ഇപ്പോഴാണ് പീറ്റർ റാബിറ്റ് വന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് പുല്ലും ഇലയും ഒക്കെ വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് സാധനങ്ങളാണ്. അത് നമുക്ക് ആ കടയിൽ നിന്ന് തന്നെ, കേക്കിൻ്റെ മെറ്റീരിയൽസ് കടയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഇതെല്ലാം നല്ല സ്റ്റെറൈലായിട്ട് വരുന്ന സാധനങ്ങളാണ്. ഇനി ഇതിനൊരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. അപ്പം ഏത് കുട്ടിയുടെ ബർത്ത്ഡേ ആണോ ആ കുട്ടിയുടെ പേര് വെച്ചിട്ടാണ് ആ ഒരു ഗാർഡൻ നമ്മൾ എൻ്റെ പേര് എഴുതുന്നത്. ഇത് ആഗ്നവ് എന്നാണ്. അപ്പോൾ ആഗ്നവസ് വെജിറ്റബിൾ പാർട്സ് എന്നാണ് ഇതിനകത്ത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ഫുൾ ഫോട്ടോ സഹിതം വെച്ചു. അപ്പോൾ അതൊരു ഭംഗിയില്ലാത്തത് കൊണ്ട് പിന്നീട് ഞാൻ ആ സെക്കൻഡ് ബർത്ത്ഡേ ആയതുകൊണ്ട് ആ സെക്കൻഡ് നമ്പർ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തു. നോക്കിക്കേ, ഇതാണ് നമ്മുടെ കേക്ക്. ഇത് തന്നത് മറ്റേ കേക്ക്. ഇതാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്ത് 2 സെക്കൻഡ് എന്നുള്ള നമ്പർ മാത്രം കട്ട് ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നു. എങ്ങനെയുണ്ട് കേക്ക്? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടമായെങ്കിൽ കമൻറ്റും ചെയ്യണം കേക്ക് എങ്ങനെയുണ്ടെന്ന്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട്. മാക്സിമം അവർ തന്ന ആ ഒരു രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റി. കസ്റ്റമർക്ക് നല്ല അഭിപ്രായമായിരുന്നു. കേക്കിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു, കാണാൻ ഭംഗിയുണ്ടായിരുന്നു. അതാണല്ലോ നമ്മുടെ വിജയം ഹോം ബേക്കറിൻ്റെ. അപ്പോൾ ഞാൻ ഹാപ്പി, അവരും ഹാപ്പി. നിങ്ങളും ഹാപ്പി അല്ലേ?